മുടികൊഴിച്ചിലിനെ പ്രതിരോധിക്കാൻ മരുന്നുകളോ അല്ലെങ്കിൽ പ്രത്യേകം ഓയിലുകളോ ഉപയോഗിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ എളുപ്പത്തിൽ ഫലമുണ്ടാകുമെന്ന മോഹിപ്പിക്കുന്ന ടാഗ് ലൈനുകളിൽ വിൽക്കപ്പെടുന്ന ചില ഉൽപ്പന്നങ്ങളിൽ പലപ്പോഴും ടോക്സിക് കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ടാകാം. ഇത്തരത്തിൽ സ്പെയിനിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്പെയിനിൽ കഴിഞ്ഞ വർഷം മുതൽ വൂൾഫ് സിൻഡ്രോമുമായി ജനിച്ച കുട്ടികളിൽ നടത്തിയ പഠനമനുസരിച്ച് അവരുടെ മാതാപിതാക്കൾ മുടികൊഴിച്ചിൽ തടയാൻ വേണ്ടി കഴിച്ച മരുന്ന് കാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മുഖവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും അമിത രോമവളർച്ചയിൽ കാണപ്പെടുന്ന ഒരു ശാരീരിക അവസ്ഥയാണിത്. ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്ന ഈ വിചിത്ര അവസ്ഥ സ്പെയിനിലെ നവര ഫാർമാക്കോ വിജിലൻസ് സെന്ററിലെ 11 ശിശുക്കളിലാണ് കണ്ടെത്തിയത്. എൽ ഇക്കണോമിസ്റ്റയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഇവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും മുടികൊഴിച്ചിൽ തടയുന്നതിനുള്ള പേര് കേട്ട ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിരിക്കാമെന്നാണ്. പഠനം നടത്തിയവർ മനസ്സിലാക്കിയത് പ്രകാരം ഈ ഉൽപ്പന്നങ്ങളിൽ മീനോക്സിഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭാവസ്ഥയിലിരിക്കെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ അടക്കം ലഭ്യമായ റോഗെയിൻ, ഹിംസ്, കീപ്സ്, ഇക്വേറ്റ് തുടങ്ങിയവയിലും അടങ്ങിയിട്ടുള്ള ചേരുവകളിൽ ഒന്ന് തന്നെയാണ് ഈ മീനോക്സിഡിൽ. സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ കുഞ്ഞുങ്ങളുടെ മുതുകിലും മുഖത്തും കാലുകളിലും വലിയ രോമവളർച്ച കാണപ്പെട്ടു. ചിലർ സ്റ്റാർ വാർസിലെ വൂക്കി കഥാപാത്രത്തിനോട് പോലും ഏറെ സാമ്യത പുലർത്തുന്ന രീതിയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിൽ 5% മീനോക്സിഡിലാണ് അടങ്ങിയിരുന്നത്. എൽ ഇക്കണോമിസ്റ്റയുടെ റിപ്പോർട്ട് അനുസരിച്ച് ശരീരം മുഴുവൻ വലിയ രോമവളർച്ച കണ്ട കുഞ്ഞിന്റെ കുടുംബത്തോട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കുഞ്ഞിന്റെ പിതാവ് 5% മീനോക്സിഡിൽ ഉപയോഗിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ആൻഡ്രോജനിക് അലോപേഷ്യയ്ക്കുള്ള ചികിത്സയായിരുന്നു പിതാവ് നടത്തിയിരുന്നത്. പിന്നീട് അയാൾ അതിന്റെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നിർത്തുകയും തുടർന്ന് ജനിച്ച കുഞ്ഞിൽ വെയർവൂൾഫ് സിൻഡ്രോത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മലേഷ്യയിലും അപൂർവമായ ഹിർസ്യൂട്ടിന്റെ അവസ്ഥയുമായി പോരാടുന്ന 2 വയസ്സുകാരി ജനിച്ചിരുന്നു. പെൺകുട്ടിക്ക് ഹൈപ്പർ ട്രൈക്കോസിസിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതേസമയം യൂറോപ്യൻ ഫാർമക്കോ വിജിലൻസ് റിസ്ക് അസസ്മെന്റ് കമ്മിറ്റി പ്രകാരം മീനോക്സിഡിൽ ശിശുക്കളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നും ഹൈപ്പർ ട്രൈക്കോസിസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.